ഒന്നുമില്ല, എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഘടനയാകുമ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ അല്ലല്ലോ. അവർ ഞങ്ങളെ കരുതി അവർക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. എല്ലാം ഈ റപ്ചേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഹീൽ ചെയ്യും. ഒരു നമ്മുടെ പ്രകൃതി തന്നെ വളരെ ഓർഗാനിക് അല്ലേ, അതുപോലൊരു ഓർഗാനിക് ഹീലിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിനകത്ത് നല്ല കോൺഫിഡൻസ്. ഏതാ ഇല്ല, അറിയത്തില്ല. അത് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടാവും, അവർ തീരുമാനിക്കട്ടെ, അവരത് ഹാൻഡിൽ ചെയ്യും. സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇൻഡിവിജ്വലായിട്ട് ഓരോ ലാംഗ്വേജ്, സൗത്ത് സ്റ്റേറ്റ്സിന്റെ 4 ലാംഗ്വേജസ് ആൻഡ് 5 സ്റ്റേറ്റ്സ് അവർ പ്രത്യേകം കൂടി അതിനുശേഷം ഒരു മീറ്റിങ്ങിൽ അവരെന്നെ വിളിച്ച് അവരെ ഒന്ന് കേൾക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ അധ്യക്ഷതയിൽ ഹൈദരാബാദിൽ കഴിഞ്ഞ മെയ് 10 ഒരു മീറ്റിംഗ് നടന്നു. അന്ന് ഈ പറയുന്ന 4 ലാംഗ്വേജിലെ പാർട്ടിസിപ്പൻസും പങ്കെടുത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ത്വരിത നടപടികൾ, ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എടുക്കേണ്ടിയിരുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ വേവ്സ് എന്ന് പറയുന്ന പുതിയ സംവിധാനമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ട്രഡീഷണൽ പ്രൊഡ്യൂസേഴ്സ് അടക്കമുള്ള ഫിലിം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് വ്യാകുലതകളുണ്ട്, ഒരുപാട് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരുടെ കൂടെ വന്നിരിക്കുന്നത്. ഞാനും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ടും അവരിവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ള വിഷയങ്ങളായതുകൊണ്ടും ഒരു റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ അത് INB മിനിസ്റ്റർ അടുത്തും പിന്നെ പൈറസിയെ സംബന്ധിച്ചും OTTയെ സംബന്ധിച്ചും റിവ്യൂ ബോംബിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇവരിലേക്കൊക്കെ ഈ റിപ്പോർട്ടൊന്ന് എത്തിച്ച് അതിൻ്റെ ഒരു അനന്തര നടപടി എന്ന നിലയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മീറ്റിങ്ങിന് ആഹ്വാനം ചെയ്യണമെന്ന് INB മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള, അതിന് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു റിപ്പോർട്ടാണ്, അവരുടെ ഒരു പ്രയറുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇനി 1-2 മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അത് സർഫസ് ചെയ്യും. അത് മിനിസ്റ്റർ എടുത്ത് കൊടുത്തിട്ട് എന്താണ് ഭാവിയിൽ നീക്കം എന്നുള്ളത് ആരായി. കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ്മാർ കഴിഞ്ഞ നാളുകളായി പറഞ്ഞൊരു കാര്യമാണ് ഈ ഇരട്ട നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതെ, 1 നേഷൻ 1 ഇലക്ഷൻ, നമുക്ക് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചർച്ചയ്ക്കൊന്നും അതിന് ഒരു വകയുണ്ടെന്ന് തോന്നുന്നില്ല. വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ്. അതിനൊരു നടപടി സ്വീകരിക്കുന്നതിന് ആദ്യം ഇവരെ ഫിസിക്കലായിട്ട് കേൾക്കാനുള്ള ഒരു വേദി ഉണ്ടാവും. ഇത് കോവിഡ് കാലത്തൊക്കെ പെട്ടെന്ന് പുതിയ സംവിധാനങ്ങൾ OTT എന്ന് പറയുന്നത് ശക്തമാവുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സോഷ്യലൈസിങ് എന്ന് പറയുന്നതിന് ബാൻ തന്നെ ഉണ്ടായിരുന്ന കാലത്ത് ആണ് ഇതിനൊരു പെട്ടെന്നൊരു സിനിമയുടെ നമുക്ക് തിരിച്ച് പണം പിടിക്കാനുള്ള സംവിധാനങ്ങളുടെയൊക്കെ രേഖകളെല്ലാം മാറിപ്പോയതിൻ്റെ ദുരിതം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇതിനെ സംബന്ധിച്ചൊക്കെ അവർ ഒരു റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ മിനിസ്റ്റർ അടുത്ത് കൊടുത്ത് എന്താണ് ഇവരെ നേരിട്ട് കേൾക്കുന്നതിനുള്ള സംവിധാനം. അല്ല, അതാ പറഞ്ഞത്. അത് തമിഴ്നാടിനും കേരളത്തിനും മാത്രം അങ്ങനെ ഈ ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റിന്റെ അല്ലേ, ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റിന്റെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമാണ് അങ്ങനെ ഒരു വിഷയമുള്ളത്. അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും. അതെ, അതിന് പൈറസിയുടെ പിന്നെ എന്താണ് അവരുടെ ഹാൻഡിൽസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓപ്പറേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് തളച്ചിടാൻ പറ്റാത്ത തരത്തിൽ വ്യാപൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ അതിനകത്ത് ഇൻവോൾവാണ്. അതുകൊണ്ടാണ് അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇതിനകത്ത് ഒരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ വേണമെന്നുള്ളത് അത് എൻ്റെ അപേക്ഷയായിട്ട് ശ്രീ അമിത്ഷാജിക്ക് മുന്നിൽ വെക്കും. ഒരു കാര്യമില്ല, അതായത് പലപ്പോഴും നിർമ്മാതാക്കളൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം സെൻസർ ബോർഡ് ഓഫീസിൽ ഒരു പടം സമർപ്പിച്ച് അവരതിന് അപ്രൂവ് ചെയ്ത് അതിനൊരു റിലീസിംഗ് ഡേറ്റ് അടക്കം നിശ്ചയിച്ച ശേഷം പലപ്പോഴും അത് സെൻട്രൽ സെൻസർ ബോർഡ് ഓഫീസിലേക്ക്. പക്ഷെ അങ്ങനെയല്ല ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് CBFCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ പോസ്റ്ററും ഡേറ്റ് വെച്ച് സ്റ്റിക്കറും ഒട്ടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന വർഷങ്ങളായിട്ടുള്ള നിയമമുണ്ട്. അതുകൊണ്ട് അതിന് സ്റ്റാൻഡിങ് ഇല്ല. എങ്കിലും ഡിലേ, അത് പണം മുടക്കിയ ഒരാൾ ആ പണം പലിശക്കെടുത്താണ് മുടക്കിയിരിക്കുന്നതെങ്കിൽ അത് ആ പ്രൊഡ്യൂസറുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ CBFC ഒരു ഡിലേ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന തത്വം അത് ന്യായമായ അവകാശമാണ്. എനിക്ക് അതിൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ റിപ്പോർട്ടിൽ നിങ്ങൾ പറയാത്ത ഒരുപാട് വിഷയങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. റിവ്യൂ ബോംബിംഗ്, പൈറസി പോലെ തന്നെ വലിയൊരു അപകടമാണത്. എന്ത് അവകാശമാണുള്ളത് അല്ലേ? അതുപോലെ യൂട്യൂബിൻ്റെ വിഷയങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു റിപ്പോർട്ടാക്കി തന്നാൽ ഇൻഡസ്ട്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് ഞാൻ ക്യാബിനറ്റിൽ അത് എത്തിക്കാം. നിങ്ങളുടെ മകൻ തന്നെ ഉന്നയിച്ചൊരു വിഷയമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന. അതൊക്കെ ഇൻഡിവിജ്വൽ കളക്റ്റീവായിട്ട് ഇൻഡസ്ട്രിയുടെ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഡെലിബറേഷൻ ഒന്നും നടത്താനൊക്കത്തില്ല അല്ലേ? എല്ലാ മീറ്റിങ്ങിനും അങ്ങനല്ലേ? അപ്പോൾ അത് എല്ലാം അവരവിടെ അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ എന്താണ് ഒരു സോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സീരിയസ് ആണ്, അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റും. അത് കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായ നിയമവും വരണം, അത് നടപ്പിലാക്കാനുള്ള ആർജവവും കാണിക്കണം. അത് ഗവൺമെന്റിന്റെ ചുമതല തന്നെയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു വിഷയമാണ്, അമ്മയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംഘടനകത്ത് വലിയ ഒന്നുമില്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഘടനയാകുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ അല്ലല്ലോ. അവര് ഞങ്ങളെ കരുതി അവർക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. എല്ലാം ഈ അച്ചാസൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഹീൽ ചെയ്യും. നമ്മുടെ പ്രകൃതി തന്നെ വളരെ ഓർഗാനിക് അല്ലേ? അതുപോലൊരു ഓർഗാനിക് ഹീലിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിനകത്ത് നല്ല കോൺഫിഡൻസ്. ഏതാ അല്ല, അറിയത്തില്ല. അത് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടാവും, അവർ തീരുമാനിക്കട്ടെ, അവരത് ഹാൻഡിൽ ചെയ്യും.